ഹിന്ദുവായ രാഹുൽ ഈശ്വർ എന്തുകൊണ്ടാണ് സംഘപരിവാർ ചേരിയിൽ ഇല്ലാത്തത്? നട തെള്ളുക എന്ന് നമ്മൾ കേട്ട് കാണും. അമ്പലത്തിന്റെ ഉം, നടയിൽ കൊണ്ടു ചെന്ന് തെള്ളുക എന്ന ഉം. അർത്ഥം. എപ്പോഴെങ്കിലും പള്ളി തെള്ളുക എന്ന് കേട്ടിട്ടുണ്ടോ? അല്ല, അനാഥാലയങ്ങളിൽ പോയ മുസ്ലിം സ്ത്രീകളെ കാണുന്ന എന്തോ കുറവാണ്. 7 വയസ്സുകാരിയെ അസിഫയെ റേപ്പ് ചെയ്ത് കൊന്നിട്ട് അതിന് ദണ്ണമില്ലാതെ അതിനെ ന്യായീകരിച്ചിരുന്ന ആൾക്കാർ മുസ്ലിം സഹോദരിമാരെ രക്ഷിക്കാൻ നമുക്ക് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാമെന്ന് പറയുന്നതിനെ സ്വാമി അയ്യപ്പനായിട്ട് തടഞ്ഞതാ. കാണാൻ കഴിയുമെന്നറിയില്ല. കാണാൻ ഒരുപക്ഷെ കാണാൻ കാണാൻ ക്ലിയർ. മഹാത്മാഗാന്ധിയെ കയ്യിൽ പച്ച കുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യയുടെ കൊടിയുടെ സാഫ്രണും വൈറ്റും ഗ്രീനും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമാണെന്ന് മഹാത്മാഗാന്ധി എഴുതി വെച്ചിട്ടുണ്ട്. ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ പറയുന്ന കാരണങ്ങളിൽ ഒന്ന് ഈ കാവി പതാക ഗാന്ധിജി മാറ്റി ത്രിവർണ പതാക ആക്കിയതാണ്. ഇവര് സ്വന്തമായി പശുവിന്റെ തലയറത്തിട്ട് മുസ്ലിങ്ങളുടെ തലയെ ചാരി കലാപത്തിന് ശ്രമിച്ചു. നോട്ട് ഗുഡ് ജഡ്ജ്. പുള്ളിക്ക് നമ്മൾ രണ്ടാളും കൂടെ കോടതി പുള്ളി പോണ്ടി വരുമോ? നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി രാഹുൽ ഈശ്വറാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തെ എന്റെ സ്ക്രീനിൽ കാണുമ്പോൾ അത്ഭുതം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ സമയം രാത്രി 2 മണിയാണ്. ശരിക്കും പറഞ്ഞാൽ രാഹുലിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ഞാൻ എടുക്കുന്നത് 2013 ഓഗസ്റ്റിലാണ്. അത് രാത്രി 2 മണി തന്നെയായിരുന്നു. രാഹുൽ ശരിക്കും രാത്രിയാണോ ഇങ്ങനെ ആക്റ്റീവ് ആയിരിക്കുന്നത്? യൂഷ്വലി നൈറ്റ് ടൈം ആണ് എന്റെ എനർജി. ഏകദേശം ഒരു 11 വർഷത്തിന് ശേഷം വീണ്ടും ഒരു രാത്രി 2 മണി. എനിക്ക് തോന്നുന്നു സുനിതാജിക്ക് അവിടെ ഉച്ചയായിരിക്കും അല്ലെ? ഉച്ച സമയം എന്തെങ്കിലും ആയിരിക്കും. അന്ന് പക്ഷെ ഞാൻ രാഹുലിനെ എന്താ അറിയാ വിചാരിച്ചത്, രാഹുൽ മലയാളി ഹൗസിൽ ഇങ്ങനെ വിന്നറായിട്ട് ഇറങ്ങുകയാണല്ലോ. അപ്പൊ രാഹുൽ ഫ്ലൈറ്റ് കയറി ശരിക്കും ട്രിവാൻഡ്രത്ത് വരുന്നത് രാത്രിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ മിഡ് നൈറ്റ് എന്ന് വെച്ചാല് അത് ആദ്യമായിട്ട് എനിക്ക് രാഹുലിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ എടുക്കുന്നത് ഞാനാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ആ രാത്രി ഞാൻ അത് നിർബന്ധിച്ചതാ രാഹുലിനെ. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി അല്ല. എന്തായാലും താങ്ക് യു. അന്നത്തെ ഇന്റർവ്യൂവിനും ഒരുപക്ഷെ മലയാളി ഹൗസ് വേണ്ടി ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ അതിനും താങ്ക് യു. രാഹുലായിട്ട് എനിക്ക് ശരിക്ക് ഈ പറഞ്ഞ പോലെ 11 കൊല്ലം മുമ്പ് എനിക്ക് ഭയങ്കര നല്ല ബന്ധം ഉണ്ടായിരുന്നു. മല്ലിക ചേച്ചി അമ്മയായിട്ടൊക്കെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തിൽ സ്വാഭാവികമായും സംഭവിച്ച ശബരിമല എന്ന് പറയുന്നത് മലയാളികളെ മൊത്തം രണ്ടായി പിളർത്തിയതുപോലെ ശബരിമല ഇഷ്യൂ വന്നതോടുകൂടി പേഴ്സണൽ റിലേഷൻഷിപ്പുകൾക്കാണോ രാഷ്ട്രീയത്തിനാണോ വില എന്നുള്ള ഒരു ചോദ്യം എല്ലാവരും മുന്നിലും വന്നു. എനിക്ക് രാഷ്ട്രീയം തന്നെയായിരുന്നു പ്രധാനം തോന്നുന്നു. അപ്പൊ അങ്ങനെ ശരിക്കും രാഹുൽ ഞാനുമായിട്ട് 5 കൊല്ലം സംസാരിക്കാതിരുന്നു. ഒരു ലോക്സഭ ഇലക്ഷൻ തൊട്ടിട്ട് അടുത്ത ലോക്സഭ ഇലക്ഷൻ വരെ ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ രാഹുലിനെ കുറിച്ച് ട്രോൾ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ ഞാനായിരിക്കും. ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്. ചിലതിലൊക്കെ ആശയപരമായി വിയോജിക്കുമ്പോഴും അതിൽ പറഞ്ഞിരിക്കുന്ന ചില മെറിറ്റ് ഉള്ള പോയിന്റ്സ് ഉണ്ട്. ഇന്നും സുനിതാജി അടക്കമുള്ളവരോട് നമ്മുടെ കോൺവെർസേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആശയപരമായും വ്യക്തിപരമായും കുറച്ചു മാറ്റി രാഷ്ട്രീയപരമായും പറയുന്ന ഉദ്ദേശം, ഇതൊരു പൊളിറ്റിക്കൽ പോയിന്റ് ആണ്. ഇതിലൊരു പേഴ്സണലും ഇല്ല. 100% രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്. ശബരിമല വിധിന്യായത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം തീവ്ര വലത് രാഷ്ട്രീയമാണ്. ആ തീവ്ര വലത് രാഷ്ട്രീയത്തെ നമ്മുടെ ഇടതുപക്ഷത്തെ ആൾക്കാർ പലപ്പോഴും മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. ഞാൻ വളരെ ആദരിച്ചുകൊണ്ട് തന്നെ വിയോജിക്കുന്ന ഒരാളാണ് സഖാവ് ശ്രീ പിണറായി വിജയൻ അവർ. അദ്ദേഹം അടക്കം തെറ്റിദ്ധരിച്ചത് ബാബറി മസ്ജിദ് വിധി വരുന്നതിന് മുമ്പ് ഒരു മെജോറിറ്റേറിയനിസത്തിനെതിരെ, ഭൂരിപക്ഷ സെന്റിമെന്റ്സിനെതിരെ സുപ്രീം കോടതി ഒരു വിധി കൊണ്ടുവരികയാണ്. അപ്പൊ എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം പോലും ഉണ്ട്, ഓർമ്മ കാണും. ഇതിനൊക്കെ നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി സമരം ചെയ്താൽ നാളെ മറ്റൊരു വിധി വന്നാൽ നിങ്ങൾ അതിനെ എതിർക്കാനാണോ ഭാവം? അതായത് അദ്ദേഹം മനസ്സിൽ ജെനുവിൻലി വിശ്വസിച്ചിരുന്നത്, അതായത് ശരിക്കും ബാബറി മസ്ജിദ് വിധിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം. സുപ്രീം കോടതി ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്ന പോലെ ബാലൻസ് ചെയ്തതാണ്. അത് ശരിയോ തെറ്റോ എന്ന് നമുക്ക് തമ്മിൽ തർക്കിക്കാം. പക്ഷെ സുപ്രീം കോടതി ജുഡീഷ്യൽ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്നോ ബാലൻസിങ് എന്നോ അല്ലെങ്കിൽ എന്ത് വിളിച്ചാലും അതാണ് ചെയ്തത്. അപ്പം അത് കുറെ കൂടി ലീഗലി കറക്റ്റ് വിധി വരുമെന്നാണ് ഇടതുപക്ഷവും മറ്റും വിശ്വസിച്ചിരുന്നത്. അപ്പൊ ശ്രീ പിണറായി വിജയൻ അവർ ധരിച്ചത്, നമ്മുടെ മുഖ്യമന്ത്രിയും ഒരുപാട് പേരും ധരിച്ചത്, അതിന് മുന്നോടിയായി സുപ്രീം കോടതി വളരെ നീതിയുക്തമായി സ്ത്രീ പ്രവേശനത്തോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അനുകൂലമായി ആർട്ടിക്കിൾ 14 അനുകൂലമായി ഒരു വിധി കൊണ്ടുവരുന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കോൺവെർസേഷനിൽ അത് വരും. യഥാർത്ഥത്തിൽ തീവ്ര വലതുപക്ഷം, കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിൽ സവർണ ഫാസിസ്റ്റുകൾ എന്നോ ബ്രാഹ്മണിക്കൽ എന്നൊക്കെ നമ്മുടെ അംബേദ്കർജി വിളിക്കുന്ന ഈ ബ്രാഹ്മണിക്കൽ വലതുപക്ഷം യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി ശബരിമലയെ എറിഞ്ഞുകൊടുത്ത് ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് തിയറി ആയിട്ടൊന്നും എടുക്കണ്ട. ഇതൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഈ നറേറ്റീവ് ഉള്ള സുബ്രഹ്മണ്യ സ്വാമി അടക്കം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇന്നും അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതായത് ശബരിമല വിധിന്യായത്തിന്റെ ബേസിൽ നമ്മൾ യൂണിഫോം സിവിൽ കോഡ് വേണം. ഇനി ഇത് കേൾക്കുന്നവർക്ക് ഒരു സംശയം തോന്നും, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിലെ ഒരു വിഭാഗത്തിനും വലതുപക്ഷത്തിനും അല്ലെങ്കിൽ BJP RSSകാർക്കും യൂണിഫോം സിവിൽ കോഡ് എന്തോ വലിയ സംഭവമാണെന്നൊരു ധാരണയുണ്ട്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ അടിക്കാനുള്ള ഒരു വടിയാണ്. അതായത് മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി കൂടുന്നു എന്ന തെറ്റിദ്ധാരണ കാരണം യൂണിഫോം സിവിൽ കോഡ് വന്നാൽ അവരുടെ ജനസംഖ്യയിൽ ഇടപെടാം എന്ന തികച്ചും തെറ്റായ ധാരണ കൊണ്ടാണ് ഈ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് പറയുന്നത്.
അങ്ങനെ ആ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടിയുള്ള പാലം ഉണ്ടാക്കലാണ് യഥാർത്ഥത്തിൽ ശബരിമല വിധിന്യായത്തിന്റെ രാഷ്ട്രീയം. ഇനിയും ജഡ്ജിമാരുടെ രാഷ്ട്രീയം പറയുന്നതിലും ഒരു സെക്കൻഡ് ക്ഷമിക്കണം, ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കണം, എനിക്ക് മാത്രമേ ഒരു ഉത്തരവാദിത്വമുള്ളൂ. അതായത് തീവ്ര വലതുപക്ഷ ജഡ്ജിയായ ദീപക് മിശ്ര, പുള്ളി ബ്രാഹ്മണനാണ്, ഒറീസ ബീഹാറുകാരനാണ്. ഇതേപോലെ സെന്റർ ലെഫ്റ്റും സെന്ററും നിൽക്കുന്ന ബ്രാഹ്മണനായ നമ്മുടെ ചന്ദ്രചൂഡ് ജി, ഇവര് രണ്ടുപേർക്കും നോക്കിയപ്പോൾ രണ്ടുപേർക്കും സൗകര്യമുള്ള ഒരു വിധിയാണ്. കാര്യം വലതുപക്ഷക്കാർക്ക് അത് യൂണിഫോം സിവിൽ കോഡിലേക്കുള്ള പാലമാക്കാം, ഇടതുപക്ഷക്കാർക്ക് അത് പുരോഗമനം, നവോത്ഥാനം, ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റിയിലേക്കാക്കാം. ഇതിൽ പോലും എന്റെ പേഴ്സണൽ ചോയ്സ് ചന്ദ്രചൂഡ് ജിയാണ്. കാര്യം ചന്ദ്രചൂഡ് ജി അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന്റെ ഐഡിയോളജിയോടോ നിലപാടുതറയോടോ കമ്മിറ്റ്മെന്റ് കൊണ്ടോ അദ്ദേഹത്തിന്റെ ഇന്റലക്ച്വൽ ഓണസ്റ്റി കൊണ്ടുമാണ് ആ വിധിന്യായം എഴുതിയത്. പക്ഷെ ദീപക് മിശ്രയുടെ അജണ്ട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാലം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വെച്ച് മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കാമെന്നാണ്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, കാര്യം ചോദ്യം പോലും അല്ല, കയറി പറഞ്ഞാൽ കാര്യം ഇത്രയും പൊളിറ്റിക്സ് അറിയാൻ ആൾക്കാരോട് നമുക്ക് സംസാരിക്കാനുള്ള അവസരം കുറവേ കിട്ടാറുള്ളൂ. അതാണ് സുനിതാജിയോട് ഞാൻ പറയുന്നത്. കാര്യം സാധാരണക്കാരോട്, പ്രത്യേകിച്ച് വിശ്വാസികളോട് ഇത്രയും കോംപ്ലക്സ് ആയ ടോപ്പിക് നമുക്ക് പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ സുനിതാജി അല്ലെങ്കിൽ നമ്മുടെ ഇടതുപക്ഷവും ലെഫ്റ്റ് ലിബറലും ആത്യന്തികമായി രാഷ്ട്രീയമായി നോക്കിയാൽ സ്വാമി അയ്യപ്പൻ രാഷ്ട്രീയത്തിൽ ഇടപെട്ടതാണ്. അതായത് ശബരിമലയിലെ യുവതി പ്രവേശന വിധി വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി എന്തോ വലിയ ത്യാഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അടുത്തത് മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാൻ നമുക്ക് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാം എന്ന് പറഞ്ഞൊരു നെറേറ്റീവ് ഉണ്ടാക്കാൻ ചില ആൾക്കാർ ശ്രമിച്ചതാണ്. ആരാ ശ്രമിച്ചത്? 7 വയസ്സുകാരിയെ അസിഫയെ റേപ്പ് ചെയ്ത് കൊന്നിട്ട് അതിന് ദണ്ണമില്ലാതെ അതിനെ ന്യായീകരിച്ചിരുന്ന ആൾക്കാർ മുസ്ലിം സഹോദരിമാരെ രക്ഷിക്കാൻ നമുക്ക് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാമെന്ന് പറയുന്നതിനെ സ്വാമി അയ്യപ്പനായിട്ട് തടഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഞാനതിനെ പൊളിറ്റിക്കലി തന്നെ പറയാം. വിശ്വാസിയാണ് ഞാൻ, ദൈവവിശ്വാസിയാണ്, അയ്യപ്പ വിശ്വാസിയാണ്, അതെല്ലാം മാറ്റിവെച്ച് പൂർണ്ണമായിട്ട് രാഷ്ട്രീയം പറയാം. സ്വാമി അയ്യപ്പന്റെ പൊളിറ്റിക്കൽ ഇന്റർവെൻഷനാണ്. അതായത് മുസ്ലിങ്ങൾ ഇന്ത്യൻ നിയമം അനുസരിക്കുന്നില്ലെന്നും മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ നിയമത്തെ ബഹുമാനമില്ലെന്നും നീയൊക്കെ പാകിസ്ഥാനി പോടാന്നും പറയാൻ ഒരു സ്പേസ് ഉണ്ടാക്കാൻ, ആ നെറേറ്റീവ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അൾട്രാ റൈറ്റ് വിങ് ശ്രമിച്ചപ്പോ സ്വാമി അയ്യപ്പനായിട്ട് അതിനൊരു തടയിട്ടതാണ് യഥാർത്ഥത്തിൽ ശബരിമല വിധിന്യായത്തിൽ കണ്ടത്. ഇനി അതിന്റെ ഭക്തിയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ച് നോക്കിയാൽ അതിന്റെ പിന്നിലെ രാഷ്ട്രീയം ഇതാണ്. ഇനി ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇത് തന്നെയാണ് ജല്ലിക്കെട്ടിന്റെ പിന്നിൽ. തമിഴന്മാരുടെ ഒരു വലിയ കൾച്ചറൽ സെന്റിമെന്റ് ആണ് ജല്ലിക്കെട്ട്. നോർത്ത് ഇന്ത്യയിൽ ഇരിക്കുന്ന പലപ്പോഴും ഈ സവർണ ഫോർവേഡ് കാസ്റ്റിലെ ആൾക്കാർക്ക് ഇത് സെന്റിമെന്റ്സ് ഒന്നുമല്ല. അപ്പം അത് വെട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യാം? വെറുതെ സിമ്പിൾ ആയിട്ട് ഇത് കേട്ടോണ്ടിരുന്ന ശ്രദ്ധിച്ചാൽ മതി. ജല്ലിക്കെട്ടിന് കാളയെ 50 മീറ്റർ പോലും ഓടിക്കുന്നത് തീർച്ചയായിട്ടും ഭയങ്കര വിഷമകരമാണ്, ആനിമൽ റൈറ്റ്സ് ആണെന്ന് പറയും. അടുത്ത എന്ത് പറയും? എന്നാൽ ഈദിന് ആടിനെ ഇറക്കേണ്ടത് പറയും. അപ്പൊ മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്യും? മുസ്ലിങ്ങൾക്ക് അത് നാച്ചുറലി അവരുടെ ബലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാ. അപ്പൊ മുസ്ലിങ്ങൾ അതിനെ അനുസരിക്കാത്തപ്പം നമ്മുടെ വലതുപക്ഷക്കാർ അല്ലെങ്കിൽ എക്സ്ട്രീം റൈറ്റ് വിങ് എന്ത് ചെയ്യും? നിനക്കൊന്നും ഇന്ത്യൻ നിയമം അനുസരിക്കാൻ വയ്യ, നീയൊക്കെ പാകിസ്ഥാനിൽ പോടാന്ന് പറയും. ഇതായിരുന്നു അതിന്റെ പൊളിറ്റിക്സ്. അത് ദൈവമായിട്ട് ഇടപെട്ട് തടഞ്ഞാന്നുള്ളതാണ് ഇനി വിശ്വാസിയുടെ കണ്ണിൽ എന്റെ കാഴ്ചപ്പാട്. രാഹുലിനോട് എനിക്കുള്ള വിയോജിപ്പ് ഇത് തന്നെയാണ്. ഈ ബാലൻസിങ് ആണ് എനിക്ക് രാഹുലിനോടുള്ള വിയോജിപ്പ്. കാരണം ഞാൻ വിചാരിക്കുന്നത് ശബരിമല വിധിയെ വേറെ ആയിട്ട് നമ്മൾ കാണണം. ശബരിമല വിധിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശബരിമല വിധിയെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. ഏക സിവിൽ കോഡിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയണം. മുസ്ലിങ്ങളെ വിമർശിക്കുമ്പോൾ നമ്മൾ മുസ്ലിങ്ങളെ വിമർശിക്കണം, ഹിന്ദുക്കളെ വിമർശിക്കണം. രണ്ട് അല്ലാതെ ഇതിൽ ഈ ബാലൻസിങ് ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ ഒരു വരി ചോദിച്ചോട്ടെ, ഒരു വരി, ഇതിലൊരു അന്തർധാരയില്ലേ? ഇതിൽ ഉദാഹരണം ഞാൻ ബാലൻസിങ് പറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ ഇപ്പൊ രാഹുൽ പോലെ തന്നെ ഒരു വരി ചോദിക്കാം, ഒറ്റ വരി. സുനിതാജി, ഇപ്പം സ്ത്രീകളുടെ പ്രായം 21 വയസ്സാക്കണം എന്ന് നമ്മുടെ കഴിഞ്ഞ ഗവൺമെന്റിൽ വന്നു. ഇപ്പൊ അത് ലാപ്സ് ആയി പോയി, അവരത് ഫോളോ പോലും ചെയ്തില്ല. ഇത് 21 വയസ്സാക്കണമെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ 21 വയസ്സാക്കണമെന്ന് പറയുന്നതിന്റെ പിന്നിലെ ദുരുദ്ദേശം എന്താ? കുറച്ച് മുസ്ലിങ്ങളെ ജയിലിൽ പിടിച്ചിടണം. അതായത് മുസ്ലിങ്ങളാണ് നേരത്തെ കല്യാണം കഴിക്കുന്നത്. ഇത് 21 വയസ്സാക്കുകയല്ല അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം. യൂണിഫോം സിവിൽ കോഡ് ശരിയാണോ തെറ്റാണോ നമുക്ക് ആശയപരമായി ഡിബേറ്റ് ചെയ്യാം. പക്ഷെ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നതിന്റെ പിന്നിലെ ദുരുദ്ദേശം എന്താ? അല്ല, ഇത് ഞാൻ യോജിക്കുന്ന പോയിന്റ് ആണ്. കാരണം ഇപ്പൊ മുത്തലാഖ് ആണെങ്കിലും ഏത് വഖഫ് ഇപ്പൊ പുതിയ ബില്ല് വരികയാണെങ്കിലും ഏത് ബില്ലും നരേന്ദ്രമോദിയും സംഘപരിവാറും RSSും കൊണ്ടുവരുന്ന ബില്ല് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെന്ന് ആ ഒരു പോയിന്റിൽ എനിക്ക് രാഹുലിനോട് യോജിപ്പുണ്ട്. അവിടെ ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. ഇപ്പൊ വഖഫിന്റെ കാര്യം ഇപ്പൊ ഞാൻ നമ്മുടെ RSSലെയും BJPയിലെയും സുഹൃത്തുക്കളോട് പലപ്പോഴും പറയുന്നതാണ്, വഖഫ് ഭീകരൻ, ഭൂമിയെ വിഴുങ്ങാൻ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 വർഷം പൂർണ്ണ ഭൂരിപക്ഷത്തോടെ ഭരിച്ചതല്ലേ, എന്നാൽ മാറ്റിക്കൂടായിരുന്നു. അപ്പം വഖഫിന്റെ കാര്യം മാറ്റുകയല്ലേ. ഇപ്പൊ സെക്ഷൻ 40 എന്ന് പറയുന്ന വഖഫ് ആക്ട് കുറെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം, ചെക്സ് ആൻഡ് ബാലൻസസ് വേണം എന്ന് പറഞ്ഞാൽ അതൊരു നല്ല പൊസിഷനാണ്. അത് എനിക്ക് തോന്നുന്നു റീസണബിൾ മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന പൊസിഷനാണ്.
അതായത് സെക്ഷൻ 40 കുറച്ച് എക്സ്പാൻസീവ് ആണ്, ലീഗൽ ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അതുകൊണ്ട് സെക്ഷൻ 40ക്ക് ചെക്സ് ആൻഡ് ബാലൻസസ് വേണം. ഉദാഹരണം നമ്മുടെ മുനമ്പത്തെ വിഷയം തന്നെ എടുത്താൽ, നമ്മുടെ സേട്ടുവിന് മഹാരാജാവ് പാട്ടം കൊടുത്ത ഭൂമി അദ്ദേഹം പിന്നീട് ഫറൂഖ് കോളേജ് കൊടുത്തു, ഫറൂഖ് കോളേജ് വേറെ ആൾക്കാർക്ക്, അപ്പം വേറൊരാളുടെ പൊസഷനിൽ ഇരിക്കുന്ന ഭൂമി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെക്സ് ആൻഡ് ബാലൻസസ് വരാം. പക്ഷെ അതൊന്നും അല്ലല്ലോ വഖഫ് വിഷയത്തിന്റെ പിന്നിലെ താല്പര്യം. അതൊന്നും അല്ലല്ലോ നമ്മുടെ 21 വയസ്സ് പ്രായമാക്കുന്നതിലെ താല്പര്യം. മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടിയാണോ മുത്തലാഖ് ബാൻ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ആ പുരുഷനെ എന്തിനാണ് ക്രിമിനലൈസ് ചെയ്യുന്നത്? ആ അല്ല, ഞാൻ പുരുഷനെ പറഞ്ഞ രാഹുൽ, ഇതിനോട് ഞാൻ യോജിക്കുന്നു. രണ്ടായി പറയണം. ശബരിമല പറയുമ്പോ ശബരിമല മാത്രം പറയാ. കാരണം ശബരിമല വേറെ വിഷയല്ലേ, കണക്ട് ഒരു ചെയ്യുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ? എന്നോ അല്ല, വരാൻ പോകുന്ന ഏക സിവിൽ കോഡിന് വേണ്ടിയാണ് ശബരിമല എന്ന് പറയുന്നതാണ് എനിക്ക് സിവിൽ കോഡ് പ്രശ്നം. അല്ല പ്രശ്നം. ഞാൻ ഒരു ഉദാഹരണം പറയാം. RSSന്റെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഇന്റലക്ച്വൽ രണ്ടുപേരാണ്. രണ്ടുപേരും കേരള, ഇപ്പം മരിച്ചുപോയി. ഒന്ന് P പരമേശ്വർജിയാണ്, രണ്ട് രംഗഹരിയാണ്. ഇവരെ രണ്ടുപേരെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ RSSന്റെ ഏറ്റവും വലിയ ഇന്റലക്ച്വൽസ് ആണ്. രംഗഹരിയുടെ ഒക്കെ കാലിൽ തൊട്ടാണ് മോദിജി തൊഴുന്നത്. ശ്രീ രംഗഹരി ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, എന്തുകൊണ്ട് ശബരിമല യുവതികളെ കേട്ടു. മാറ്റുവിൻ ചട്ടങ്ങളെ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഇനിയും ഇത് 2024 നവംബർ 17 ഇന്നത്തെ ഡേറ്റ്. ഇന്ന് സുധാകരൻ സാറിനോ CPM-ലെ വലിയൊരു വിഭാഗത്തിനോ പോലും ശബരിമല യുവതികളെ കേട്ടണമെന്ന് അഭിപ്രായമില്ല. ഇന്നും ശബരിമല യുവതികളെ കേട്ടണമെന്ന് അഭിപ്രായമുള്ളവരാണ് ഹിന്ദു ഐക്യവേദിയുടെ ശ്രീ RV ബാബു. ഇന്നും ശബരിമലയിൽ യുവതികളെ കേട്ടണമെന്ന് അഭിപ്രായമുള്ളവരാണ് ശ്രീ TG മോഹൻദാസ്. ഇവരെല്ലാം സ്ത്രീ സമത്വത്തിന് വേണ്ടി കേട്ടണമെന്നാണോ പറയുന്നത്? അല്ലല്ലോ. അതിന്റെ പിന്നിലെ താല്പര്യം എന്താ? അതിന്റെ പിന്നിലെ താല്പര്യം ഇതങ്ങ് മാറ്റിയാൽ മുസ്ലിങ്ങളുടെ പെടലിക്ക് ഈസി ആയിട്ട് കയറാനുള്ള ഒരു പാത തുറന്നു കിട്ടും. ഒരു യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞതേ, ഈ ഒരു വിഷയം നമ്മൾ സംസാരിച്ച എവിടെ എത്തില്ല. എന്റെ അഭിപ്രായം, ശബരിമല പറയുമ്പോൾ ശബരിമല പറയണം, അത് ഇതോട്ട് കണക്ട് ചെയ്ത്. മുസ്ലിം വിഷയങ്ങൾ വേറെയാണ്, അത് പറയണം. ബാലൻസിങ് പറയണ്ട. അപ്പൊ എനിക്ക് ഈ രാഹുലിന്റെ ബാലൻസിങ്ങിനെ പറ്റി ഒരു ചോദ്യമുണ്ട്. ഈ രാഹുൽ ഈശ്വർ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ഒരു വള്ളത്തില് പോകുന്ന ആളല്ല. 2 വള്ളം ഉണ്ടെങ്കിൽ 2 വള്ളത്തിൽ കാലിടും, 4 ആണെങ്കിൽ 4 കാലിടും, 5-6 ഉണ്ടെങ്കിൽ അങ്ങനെ കാലിട്ട് പോകാന്നുള്ളതാണ് രാഹുലിന്റെ രീതി. പലപ്പോഴും രാഹുൽ തന്നെ സംസാരിച്ചു തുടങ്ങിയത് എന്റെ ഈ ബാലൻസിങ് രീതിന്ന് സ്വയം ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടെന്നാണ്. അപ്പോ അതുകൊണ്ട് രാഹുൽ തന്നെ ഈ വലിയ ഹിന്ദു ആണ് എന്ന് രാഹുൽ പറയുമ്പോഴും ഇവിടുത്തെ സോ കോൾഡ് ഹിന്ദുക്കള് രാഹുലിനെ ഇവൻ ഞങ്ങളുടെ ശത്രുവാണ്, ഇത് പറയുന്നൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ചാനൽ ചർച്ച പോലും ഒക്കെ ബഹളം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ രാഹുലിനോട് ഞാൻ ഒരു അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. അതായത് 2 വെള്ളത്തിൽ കാല് വെക്കുന്നത് ശരിയല്ല, പക്ഷെ 2 വെള്ളത്തിൽ കൈ പിടിക്കുന്നത് തെറ്റല്ല. കാര്യം ആ 2 വള്ളങ്ങൾ അകന്നു പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതായത് 2 വള്ളങ്ങളുണ്ടാവും. രാഹുലിന്റെ ബാലൻസിങ് എന്നല്ലേ? ഇത് യഥാർത്ഥത്തിൽ മലയാളത്തിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. രാഹുല് ഡയറക്റ്റ് ഉത്തരം പറയണം എന്നാണ് എന്റെ ആഗ്രഹം. പറയുമെന്നറിയില്ല. രാഹുല് രാഷ്ട്രീയക്കാരനാണോ, സ്വയം സേവകനാണോ, സാമൂഹ്യ പ്രവർത്തകനാണോ, ഫാഷൻ ഐക്കണാണോ, എഴുത്തുകാരനാണോ, ഗാന്ധിയനാണോ, നിരീക്ഷകനാണോ? ഇതെല്ലാം കൂടി ആണെന്നായിരിക്കും രാഹുലിന്റെ ഉള്ളിൽ ഇപ്പൊ വരുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് ഗാന്ധിയനാണ്. ഇതിൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് ഗാന്ധിയനാണ്. മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന. കാണാൻ കഴിയുമെന്ന് അറിയില്ല. ഒരുപക്ഷെ മഹാത്മാഗാന്ധിയെ കയ്യിൽ പച്ച കുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ രാഹുലിനെ സ്വയം വിശേഷിപ്പിക്കുന്നത് ഗാന്ധിയനായ ഹിന്ദു എന്നാ? എങ്ങനെ ഗാന്ധിയനായ ഹിന്ദു എന്നോ, സോഫ്റ്റ് ഹിന്ദു എന്നോ, സെന്റർ റൈറ്റ് ഗാന്ധി എന്നോ. ഇനി അതിലേക്ക് എത്തുന്നത് അതിൽ മാത്രമേ ഇന്ത്യ നിലനിൽക്കൂ. ഇപ്പൊ എനിക്ക് ഞാൻ അത് പലപ്പോഴും പറയാറുണ്ട്. ഞാനൊരു സിമ്പിൾ ഉദാഹരണം, സുനിതാജി ഒരു പക്ഷെ ഡിസഗ്രി ആയിരിക്കും കേൾക്കുന്നവർക്ക്. ഇന്ത്യയുടെ കൊടിയുടെ അർത്ഥം കാവി, വെള്ള, പച്ച. ഞാൻ സ്ഥിരം പറയുന്നതിന് BJP-ക്കാരും എന്നെ ട്രോൾ ചെയ്യാറുണ്ട്, CPM-കാരെ ട്രോൾ ചെയ്യാറുണ്ട്. പിന്നെ കോൺഗ്രസ്സുകാർക്ക് വലിയ ഐഡിയോളജിക്കൽ വിഷയങ്ങളൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ ശ്രദ്ധിക്കാറുമില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യയുടെ കൊടിയുടെ സാഫ്രനും വൈറ്റും ഗ്രീനും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം ആണെന്ന് മഹാത്മാഗാന്ധി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഞാനായിട്ട് പറഞ്ഞു മാറ്റണോ? ഏപ്രിൽ 13, 1921 മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ എഴുതിയിട്ട് തന്നെയുണ്ട്, ഇത് മതസൗഹാർദ്ദത്തിന്റെ കൊടിയാണ്. രാഹുലിന്റെ ഷോൾഡറിൽ സ്ഥിരം കാണാറുണ്ടായിരുന്നു. ഇപ്പൊ എന്താ ഇല്ലാത്ത? ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ അതല്ല ഞാൻ ഇട്ടുകൊണ്ട് വന്നത്. രാത്രിയിൽ ഇപ്പൊ അത് ധരിച്ചുകൊണ്ട് ഞാൻ സിനിമയ്ക്ക് പോയിട്ട് വരികയാണ്. അപ്പൊ അത് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇന്ത്യയിൽ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഇത് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഞാൻ നാഷണൽ ചാനലിലും പോയി പറയാറുണ്ട്. ഇത് ഡോക്യുമെന്റഡ് റിയാലിറ്റിയാണ്. അതായത് സാഫ്രണും വൈറ്റും ഗ്രീനും വേണം. ശരിക്കും മഹാത്മാഗാന്ധി ആദ്യം വൈറ്റ് ആഡ് ചെയ്യുന്നില്ല, സാഫ്രണും ഗ്രീനും മാത്രമാണ്. എന്നിട്ട് മഹാത്മാഗാന്ധി എഴുതുന്നുണ്ട്, എനിക്ക് തെറ്റിപ്പോയി, പുള്ളി കുറച്ച് ഡിലേ ആയി, ലേറ്റ് ആയി AICC സമ്മേളനത്തിലെത്താൻ. അപ്പോൾ മഹാത്മാഗാന്ധി പറയണത് നന്നായി ഡിലേ ആയത്, കാര്യം ഇവര് ഹിന്ദുവും മുസ്ലിമും മാത്രമല്ലല്ലോ, ബാക്കി മതങ്ങളെല്ലാം ഇല്ലേ, അതുകൊണ്ട് നമുക്ക് വൈറ്റും കൂടെ വേണം. ഇനി അടുത്ത പോയിന്റാണ് ശ്രദ്ധിക്കേണ്ടത്. ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ പറയുന്ന കാരണങ്ങളിൽ ഒന്ന് ഈ കാവി പതാക ഗാന്ധിജി മാറ്റി ത്രിവർണ പതാക ആക്കിയതാണ്.
മഹാത്മാഗാന്ധിയുടെ ജീവിതം കൊണ്ട് ത്രിവർണമായ ആ പതാകയെ കുറിച്ചാണ് നമ്മൾ പഞ്ചസാര പുരട്ടി വേറെ കാര്യങ്ങൾ പറയുന്നത്. അതായത് ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാൻ പറയുന്ന കൃത്യമായ പല വാചകങ്ങളിൽ ഒന്ന്, മുസ്ലിമായ മൗലാന അബുൽ കലാം ആസാദ് ഒരു കാവി പതാകയ്ക്ക് സമ്മതിച്ചു. ലെഫ്റ്റ് ലിബറലും പുരോഗമനവാദിയുമായ നെഹ്റുജി 1931-32 AICC കറാച്ചി സമ്മേളനത്തിൽ കാവി പതാക മതി ഇന്ത്യക്കെന്ന് സമ്മതിച്ചു. 8 അംഗ കമ്മിറ്റി ഉണ്ടായിരുന്നു. അവർ എഴുതി കൊടുത്തു, ഒപ്പിട്ട് കൊടുത്തു, കാവി പതാക ഇന്ത്യക്ക് മതി. പക്ഷേ മഹാത്മാഗാന്ധി ഒറ്റയ്ക്ക് എതിർത്താണ് അത് ത്രിവർണമാക്കിയത്. ഇതാണ് ഇന്ത്യയുടെ മതസൗഹാർദ്ദം. ഇതിനെ മതേതരത്വം എന്ന് വിളിക്കാം, മതസൗഹാർദ്ദം എന്ന് വിളിക്കാം, വിശ്വമാനവികത എന്ന് വിളിക്കാം, പുരോഗമനം എന്ന് വിളിക്കാം, ബഹുസ്വരത എന്ന് വിളിക്കാം, എന്ത് പേര് വിളിച്ചാലും ഈ ലൈനാണ് നമുക്ക് വേണ്ടത്. അതിനെ ലെഫ്റ്റിസ്റ്റുകൾ മതേതരത്വം എന്നേ വിളിക്കും, നമ്മുടെ കോൺഗ്രസ്സുകാർ മതസൗഹാർദ്ദം എന്ന് വിളിക്കും, BJPക്കാർ ആർഷഭാരത സംസ്കാരം എന്ന് വിളിക്കും. എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. ഈ ബഹുസ്വരതയുടെ ലൈൻ ഗാന്ധിവധത്തെ രാഹുൽ എങ്ങനെയാ കാണുന്നത്? മഹാത്മാഗാന്ധിയെ യഥാർത്ഥത്തിൽ ആരാണ് വധിക്കുന്നത്? ബ്രാഹ്മണിക്കൽ എക്സ്ട്രീമിസമാണ്. അത് ഗോഡ്സെ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഗോഡ്സെയും ആപ്തയും ഒക്കെയാണ്. അതിന്റെ പിന്നിലെ താല്പര്യം എന്താ? ഈ ബ്രാഹ്മണിക്കൽ എക്സ്ട്രീമിസം ആണെന്ന് പലപ്പോഴും നമ്മൾ പറയാറില്ല. ഞാനും ഗോവിന്ദ മാഷും കൂടി ഇരുന്നൊരു ചർച്ചയിലാന്ന് തോന്നുന്നു കുറച്ചാളും മുമ്പ്, അദ്ദേഹം ഇത്രയും ഉന്നത പദവിയിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഗോവിന്ദ മാഷെ അങ്ങത് പറയാത്തത് അങ്ങയുടെ മര്യാദ, പക്ഷേ ബ്രാഹ്മണ സമൂഹത്തിൽ ജനിച്ച ഞാനത് പറയേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അതായത് ബ്രാഹ്മണ സമൂഹത്തിലെ ഒരു 1% ഉള്ള എക്സ്ട്രീം റൈറ്റ് വിങ് ഉണ്ട്. ഇന്നും നോക്കിയാൽ മതി, ഇന്നും ഗാന്ധിജിയെ ട്വിറ്ററിൽ ചീത്ത വിളിക്കുന്നവരെല്ലാം ബ്രാഹ്മണരാണ്. ഇപ്പൊ നാഷണൽ ലെവലിൽ എന്റെ സുഹൃത്തുക്കളും കൂടെയാണ്. പേരെടുത്ത് പറഞ്ഞ നമ്മുടെ സായി ദീപക് അല്ലെങ്കിൽ ആനന്ദ് രംഗനാഥൻ, അപ്പൊ ഇവരെന്തോ വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. എനിക്ക് മഹാത്മാ എന്ന് വിളിക്കാൻ പറ്റില്ല, MK ഗാന്ധി എന്നൊക്കെ വിളിക്കും. ഒന്നെങ്കിൽ ഗാന്ധി എന്ന് വിളിക്കും, MK ഗാന്ധിജിയാണ് ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ്. അത് ശശി തരൂർ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ശശി തരൂർ ഗാന്ധിയെ പരിചയപ്പെടുത്തുന്നത്, ഗാന്ധി ഈസ് ദ ഹിന്ദു ആക്ടിവിസ്റ്റ് ഹു ഡിഫീറ്റഡ് ദ ബ്രിട്ടീഷ് എംപയർ. അപ്പോ ഗാന്ധിജിയെ ഹിന്ദു അല്ലെന്നും ഗാന്ധിജി മുസ്ലിം പ്രീണനം ചെയ്തതെന്നും ഗാന്ധിജി പാകിസ്ഥാന്റെ പിതാവെന്നുമാണ് ബ്രാഹ്മണ സമൂഹത്തിലെ ഒരു എക്സ്ട്രീമിസ്റ്റുകൾ ചിന്തിക്കുന്നത്. ഈ എക്സ്ട്രീമാണ് കുഴപ്പം. അതിനെ ബ്രാഹ്മണിക്കൽ എക്സ്ട്രീമിസം എന്ന് തന്നെ വിളിക്കണം. അവിടെ ഒരു വരി കൂടെ പറയാം, ബ്രാഹ്മണിക്കൽ വേറെ, ബ്രാഹ്മണ്യം വേറെ, ഇസ്ലാമിസം വേറെ, ഇസ്ലാം വേറെ, ഹിന്ദു വേറെ, ഹിന്ദുത്വം വേറെ. ഈ കൃത്യം ഡെഫിനിഷൻ നമുക്ക് വേണം. കാര്യം ഇല്ലെങ്കിൽ സാധാരണ വിശ്വാസികളെ അത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. അതായത് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമാണ്, നമ്മളൊക്കെ ജനിച്ച സമുദായം. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം മാത്രമാണ്, അതിൽ ആത്മീയതയില്ല, ദൈവമില്ല. ദൈവവിശ്വാസി ആയിരുന്നില്ല വീരസവർക്കർ ആണത് പോപ്പുലറൈസ് ചെയ്തത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ മതം, വിശ്വാസം. ഇസ്ലാമിസം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സ്. അതേപോലെ ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ നന്മയും, ബ്രാഹ്മണിക്കൽ എന്ന് പറഞ്ഞാൽ ചീത്തയുമാണ്. ഈ ഗോഡ്സെ അടക്കമുള്ള ബ്രാഹ്മണിക്കൽ വാദികൾ ഇന്നും നോക്കിയാൽ മതി. ഗാന്ധിജിയെ, ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ചെയ്തിരുന്നു, ഗാന്ധിജിയെ ഇഷ്ടമില്ലാത്ത ഒരേ ഒരു ജാതിയെ ലോകത്തുള്ളൂ, അത് ഈ ബ്രാഹ്മണിക്കൽ എക്സ്ട്രീമിസ്റ്റുകളാണ്. കാരണം അവരുടെ എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് വ്യക്തിപരമായിട്ട് അറിയാം. അതായത് ഇവര് വിശ്വസിക്കുന്നത് ഒരു വളരെ ഐഡിയൽ ഇന്ത്യയുടെ സ്വപ്നരാജ്യം ഉണ്ടായിരുന്നു, ഐഡിയൽ ഇന്ത്യയുടെ ഏറ്റവും മഹത്വം ഉണ്ടായിരുന്നു, അതിലേക്ക് നമുക്ക് തിരിച്ചു പോകണമെന്നൊക്കെയാണ്. ചുമ്മാ പറയണതാണ്. അങ്ങനെ ഒരു സോക്കോൾഡ് ഗോൾഡൻ ഏജ് ഉണ്ടായിരുന്നപ്പോ ഇവിടുത്തെ പിന്നോക്കക്കാർക്ക് വഴി നടക്കാൻ പോലും പറ്റില്ലായിരുന്നു, അമ്പലത്തിൽ കയറാൻ പറ്റില്ലായിരുന്നു. അപ്പോ ഈ ബ്രാഹ്മണിക്കൽ ഫാസിനേഷൻ ടുവേർഡ്സ് ആൻ ഇല്യൂഷൻ ഇല്ലാത്തൊരു, നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരുപാട് ദോഷം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്, നീയൊക്കെ ഭ്രാന്താലയത്തിലാണ് താമസിക്കുന്നത്, ദ പ്ലേസ് യു സ്റ്റേ ഈസ് എ ലുനാറ്റിക് അസൈലം. അപ്പൊ ഈ ബ്രാഹ്മണിക്കൽ എക്സ്ട്രീമിസമാണ് പ്രശ്നം. അത് കഴിയുന്നത് മറ്റ് സമുദായക്കാർ പറയാതിരിക്കുകയാണ് നല്ലത്. ഞാൻ അടക്കമുള്ള ബ്രാഹ്മണ സമുദായത്തിലെ ആൾക്കാരാണ് എണീച്ചത് ഓണപ്പ് ചെയ്യേണ്ടത്. ഇതൊരു ബ്രാഹ്മണിക്കൽ എക്സ്ട്രീമിസമാണ്. അത് ഷാർപ്പായിട്ടും കൂടി ഡിഫൈൻ ചെയ്യണം. ഞാനത് പറയുന്നതിന്റെ കാരണം, പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ലൂസായിട്ട് അറിയും. ആസിഫ് അലിക്ക് മറ്റേ രമേശ് നാരായണൻ പോകുമെന്ന് പറയുന്നതിന്റെ പിന്നിൽ ബ്രാഹ്മണ്യമാണെന്നൊക്കെ എഴുതും. യഥാർത്ഥത്തിൽ അങ്ങനെ പറയുമ്പോൾ ഷാർപ്നെസ് ഓഫ് ദി ക്രിറ്റിസിസം ആണ് പോകുന്നത്. അപ്പൊ ഈ ബ്രാഹ്മണിക്കൽ എക്സ്ട്രീമിസ്റ്റ് അന്നും ഇന്നും ഉണ്ട്. അപ്പൊ അവരെ മാത്രം അടർത്തി മാറ്റി ഈ തീവ്ര ഹിന്ദുത്വവാദികളെ മാറ്റി, അവരാണിപ്പോ വാവരില്ലെന്ന് പറയുന്നത്. വാപുരൻ എന്ന ശിവഭൂതഗണമാണ് എന്നാണ് പറയുന്നത്. ചുമ്മാ സംസാരിക്കണം, ഞാൻ അതിലേക്ക് വരാം. ഞാൻ ഇതിന്റെ ഒരു ബാക്കിയായിട്ടൊരു ചോദ്യം ചോദിക്കും. ഇപ്പൊ സംഘപരിവാറിന്റെ ഒരു വലിയ, BJPയുടെ തന്നെ വലിയൊരു വിമർശനം, എന്ത് വിഷയം ഉണ്ടായാലും പറയും നെഹ്റു ആണ് ഇതിന്റെയൊക്കെ പിന്നില്, നെഹ്റു സർക്കാരിന്റെയും BJPയുടെയും നരേന്ദ്രമോദി ആണെങ്കിലും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ രാഹുൽ ഈശ്വർ നെഹ്റുവിനെ കാണുന്നത് ഒരു ഇന്ത്യയുടെ ഒരു ആധുനിക ശില്പിയായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നതാണോ? അല്ലേ? ആധുനിക ശില്പി മാത്രമല്ല, അത് അവിടെയാണ് ഒരു പോയിന്റ് പറയാം. ഞാൻ ചോദ്യം കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ മഹാത്മാഗാന്ധിയുടെ ഒരു ചോദ്യം പറഞ്ഞിട്ട് ഞാൻ പറയാം. നെഹ്റുജിയുടെ പോയിന്റ് ഒരു സെക്കൻഡിൽ. നെഹ്റുജിയുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ വേറെ ഒന്നും വേണ്ട. തീവ്ര വലതുപക്ഷക്കാർ നെഹ്റു വേഴ്സസ് നേതാജി എന്നാണ് പറയുന്നത്. നേതാജി വേഴ്സസ്, അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് വേഴ്സസ് നെഹ്റു.
സുഭാഷ് ചന്ദ്രബോസിന് 3 ബ്രിഗേഡ് ഉണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമിയിൽ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ 3 അദ്ദേഹത്തിന്റെ റെജിമെന്റ്സ് ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഗാന്ധി റെജിമെന്റ്, നെഹ്റു റെജിമെന്റ്, മൗലാന ആസാദ് റെജിമെന്റ്. നെഹ്റുജിയുടെ പേരിലാണ് സാക്ഷാൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് റെജിമെന്റ് ഉണ്ടാക്കിയത്. ആ മനുഷ്യനെ കുറിച്ചാണ് പുള്ളിക്ക് രാജ്യസ്നേഹം പോരാ, ലേഡി മൗണ്ട് ബാറ്റനുമായിട്ടുള്ള ബന്ധം കൊണ്ട് ഇന്ത്യയുടെ താല്പര്യം വെല്ലുവിളിച്ചു എന്ന് പറയുന്നത്. നെഹ്റുജി ഒരു ലെഫ്റ്റ് ലിബറലാണ്. ലെഫ്റ്റ് ലിബറൽ, പ്രോഗ്രസീവ്, എത്തിയിസ്റ്റ് എന്ന് പറയുന്ന ലൈനാണ്. ഞാൻ നേരെ തിരിച്ചാണ്, ഞാൻ റൈറ്റ് കൺസർവേറ്റീവ് എന്നോ അങ്ങനെ വിളിക്കുന്ന ലൈനാണ്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും കോഎക്സിസ്റ്റ് ചെയ്തുകൂടെ? അതായത് ഗാന്ധിജിയുടെ കാലത്ത് സെന്റർ റൈറ്റ് ആണ് പട്ടേൽ, സെന്റർ ലെഫ്റ്റ് ആണ് നെഹ്റുജി. കുറെ കൂടെ ലെഫ്റ്റ് ആണ് ഭഗത് സിംഗ് അടക്കമുള്ള ആൾക്കാരല്ല, കുറെ കൂടെ റൈറ്റ് ആണ് സി രാജഗോപാൽ ആചാരി, സ്വതന്ത്ര പാർട്ടി തുടങ്ങിയ ആൾക്കാര്, ശ്യാമപ്രസാദ് മുഖർജി, പിന്നീട് BJP തുടങ്ങിയ ആൾക്കാര്. ഈ റൈറ്റും ലെഫ്റ്റും എല്ലാ രാജ്യത്തും ഉണ്ട്. അതിപ്പോ സുനിൽജി കുറെ കൂടെ ലെഫ്റ്റ് സെന്ററിൽ നിന്ന് ലെഫ്റ്റ് ലിബറൽ നിൽക്കുന്ന സ്പേസാണ്, ഞാൻ സെന്റർ റൈറ്റ് കൺസർവേറ്റീവ് നിൽക്കുന്ന സ്പേസാണ്. പക്ഷെ നമുക്കൊരു സെന്റർ കണ്ടുപിടിക്കാൻ പറ്റണം. അതുകൊണ്ടാണ് നെഹ്റുവും പട്ടേലും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. രണ്ടുപേരും അഭിപ്രായ വ്യത്യാസം 100 കണക്കിനുണ്ടായിരുന്നു. പക്ഷേ ഒരു കോമൺ പോയിന്റ് കണ്ടെത്തുമ്പോഴാണ്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സെന്റർ റൈറ്റിന്റെ ഏറ്റവും വലിയ ശത്രു ഫാർ റൈറ്റ് ആണ്, സെന്റർ ലെഫ്റ്റിന്റെ ഏറ്റവും വലിയ ശത്രു അൾട്രാ ലെഫ്റ്റ് ആണ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ അപ്രായോഗികമായ, ശ്രീ പിണറായി വിജയൻ അവരുടെ ഒക്കെ ഭാഷയിൽ പണ്ട് ഈ വിപ്ലവ വായാടികൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ എക്സ്ട്രീം ലെഫ്റ്റ് നിൽക്കുന്നവർ ചുമ്മാ പറയുന്നതാണ്. അവർ പറയുന്ന പല ആശയങ്ങളും ചുമ്മാ. ഇതുപോലെ മറു എക്സ്ട്രീം റൈറ്റ് ആണ് ഹിന്ദുത്വ രാഷ്ട്രം, അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണം. അങ്ങനെയാണ് ഈ അഭിനവ് ഭാരത്. ഇയാൾക്ക് പ്രാന്താണ്. നേപ്പാളിൽ പോയി ഒരു പ്രത്യേക രാജ്യത്തിന്റെ ശ്രീകാന്ത് പുരോഹിത്, കേണൽ പുരോഹിത്തിനെ അറസ്റ്റ് ചെയ്ത് ഓർമ്മ കാണും. ആ ചാർജ് ഷീറ്റ് ഒക്കെ വായിക്കണം. ശരിക്കും ഇസ്രായേൽ ഗവൺമെന്റുമായിട്ട് നമുക്ക് സഹകരിച്ച് വേറൊരു ഹിന്ദു, എന്ത് തരം പ്രാന്താണ് പറയുന്നത്? അതായത് അപ്പം ഇതുപോലെ എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മധ്യം, അല്ലെങ്കിൽ സെന്റർ റൈറ്റും സെന്റർ ലെഫ്റ്റും കണ്ടുപിടിക്കണം. എനിക്ക് നെഹ്റുജിയോട് ബഹുമാന പുരസരമുള്ള വിയോജിപ്പുകളുണ്ട്. പക്ഷേ നെഹ്റുജിയാണ് മോഡേൺ ഇന്ത്യയുടെ സ്ഥാപകൻ. IITs, IIMs, ഡാൻസ്, നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, ഇതിന്റെ എല്ലാ അടിസ്ഥാനം നെഹ്റുജിയാണ്. അദ്ദേഹത്തിന്റെ മഹത്വം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നേതാജി അദ്ദേഹത്തിന്റെ പേരിലാണ് ഒരു ആർമി ബ്രിഗേഡിനെ പോലും വെച്ചതെന്ന് ഞങ്ങളുടെ റൈറ്റ് വിംഗേഴ്സ് ഓർത്താൽ മതി. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം, രാഹുൽ പിന്നെ BJPയും RSSും ഇപ്പോ നരേന്ദ്രമോദിയുടെ ഭരണകൂടം ഒക്കെ നിരന്തരം നെഹ്റുവിനെ കുറ്റം പറയുന്നു. അതേസമയം രാഹുൽ നെഹ്റുവിനെ അംഗീകരിക്കുന്ന ആളാണ്. മഹാത്മാഗാന്ധിയുടെ വഴിയാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ പിന്തുടരണം എന്ന് പറയുന്ന ആളാണ് രാഹുൽ ഈശ്വർ. എന്നാൽ പ്രത്യയശാസ്ത്രപരമായിട്ട് ഇന്ത്യയെക്കുറിച്ച് ഗാന്ധിയുടെ ഒരു നെഹ്റുവിയൻ സങ്കല്പത്തിനെ ശത്രുസ്ഥാനത്ത് നിർത്തുന്നിടത്ത് നിന്നാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയം തന്നെ ആരംഭിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിചാരം. രാഹുൽ ഈശ്വറും സംഘപരിവാറും ഈ ഒരു ആശയം ഉൾക്കൊള്ളാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ അത് പങ്കിടാത്തത് കൊണ്ടാണോ ഹിന്ദു ആയ രാഹുൽ ഈശ്വർ എന്തുകൊണ്ടാണ് സംഘപരിവാർ ചേരിയിൽ ഇല്ലാത്തത്? ഇതാണോ റീസൺ? അല്ല, എനിക്ക് RSSനെ ബഹുമാനമാണ്, എനിക്ക് BJPയെ ബഹുമാനമാണ്. ആശയപരമായി വ്യത്യാസപ്പെടുന്നുണ്ട്, ആശയപരമായി വിയോജിക്കുന്നുണ്ട്. ഉദാഹരണം, RSS ഹിന്ദുക്കളെ കുറിച്ച് പറയുന്ന പല നല്ല കാര്യങ്ങളോടും പൂർണ്ണമായി യോജിക്കുന്നു. മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നിടത്താണ് പ്രശ്നം. അതായത് മുസ്ലിം ജനസംഖ്യയെ കുറിച്ച് തുപ്പൽ ജിഹാദ്, ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, തുള്ളിമരുന്ന് ജിഹാദ്. ഈ തമാശ എന്താ അറിയോ? ഒരുപക്ഷെ നിങ്ങൾ ആർക്കും മനസ്സിലാത്ത തമാശ, ഈ തുള്ളിമരുന്ന് ജിഹാദ് ഒക്കെ പറയുമ്പോൾ ഈ റൈറ്റ് വിംഗിലെ ആൾക്കാർ TV കേൾക്കുമ്പോൾ ചിരിക്കും. നമുക്ക് തന്നെ അറിയാതെ തെള്ളാണോ? അങ്ങനെ ഒരു തുള്ളിമരുന്ന് ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അതായത് മുസ്ലിങ്ങൾ അവരുടെ കടയിൽ നിന്ന് തുള്ളിമരുന്ന് ഹിന്ദുക്കൾക്ക് കൊടുത്ത് ഹിന്ദുക്കൾക്ക് ഇമ്പോർട്ടൻസിയും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുന്നു എന്നാണ് എനിക്ക് വളരെ പ്രിയപ്പെട്ട എന്റെ ജ്യേഷ്ഠ സഹോദരൻ തുല്യനായ ശ്രീ PC ജോർജ് സാറ് പറഞ്ഞത്. അതിന്റെ തമാശ, അങ്ങനെ ഒരു മരുന്ന് ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോ ഇത് വെറുതെയാണെന്ന് നമുക്കറിയാം, നമുക്കെന്നല്ല പറയുന്നവർക്കും അറിയാം. അതിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ സുനിതാജി ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ എന്നാലും ഒരു 50 സെക്കൻഡ് നമ്മുടെ എന്ന് പറഞ്ഞാൽ സുനിതാജിയും ഞാനും അടക്കം ജനിച്ച ഹിന്ദു ഇന്ത്യൻ സമൂഹത്തിന്റെ 5000 വർഷങ്ങളുടെ പ്രശ്നം ഞാൻ 50 സെക്കൻഡിൽ പറയാം, ഒരു ചോദ്യരൂപേണ പറയാം. ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോവാം, ഓരോരുത്തരുടെ വിശ്വാസപ്രകാരം. പക്ഷെ ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ ഒത്തുകൂടുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, പരസ്പരം സഹായിക്കുന്നത്? അവർക്ക് ദശാംശം എന്നൊരു പരിപാടിയുണ്ട്, 10-1 പള്ളിക്ക് കൊടുക്കണം, ഹെൽപ്പ് ചെയ്യാൻ. ഇതൊക്കെ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ആഴ്ചയിൽ ഏത് ദിവസമാണ് ഒരുമിച്ച് കൂടുന്നത്? ഞായറാഴ്ചയാണ്. ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഇതേപോലെ ഒരുമിച്ച് കൂടുന്നത്, പ്രാർത്ഥിക്കുന്നത്, അവർക്കിടയിൽ സക്കാത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാമൂഹിക പൊതുബോധം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടാക്കുന്നത്? ഏത് ദിവസമാണ്? വെള്ളിയാഴ്ചയാണ്. ആഴ്ചയിൽ ഏത് ദിവസമാണ് നമ്മൾ ഹിന്ദുക്കൾ ഇതേപോലെ ഒരുമിക്കുകയോ പ്രാർത്ഥിക്കുകയോ പ്രവർത്തിക്കുകയോ സഹായിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ദിവസമോ സമയമോ ഇടമോ ഇല്ലെന്ന് മാത്രമല്ല, അടുത്ത 2 പോയിന്റുകളാണ് പ്രധാനം. ഇത് ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ ഹിന്ദുക്കൾ എന്ത് പറയുന്നറിയാം? ഞാൻ പല സന്യാസിമാരും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്,
രാഹുൽ ഈശ്വറെ, ക്രിസ്ത്യാനികൾ ഞായറാഴ്ച രാവിലെ ദൈവത്തിനും സമൂഹത്തിനും മാറ്റിവെക്കും. മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ദൈവത്തിനും സമൂഹത്തിനും മാറ്റിവെക്കും. പക്ഷെ നമ്മൾ ഹിന്ദുക്കൾ എല്ലാ നിമിഷവും ദൈവത്തിനും സമൂഹത്തിനും മാറ്റി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് തള്ളും. ഈ തെള്ളാണ് നമ്മുടെ അപജയത്തിന്റെ പ്രധാന കാരണം. ഇതുകൊണ്ടാണ് നമ്മളിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ, മദ്യപാനം, മയക്കുമരുന്ന്, കുടുംബഛിദ്രം. ഞാൻ കണക്കുകളെ കുറിച്ച് പറയാം വിത്ത് ഡേറ്റ അല്ല പോയിന്റ്സ്. കാരണം അല്ല, കാരണം അതാണെന്ന് പറയാൻ കാരണം രാഹുൽ ഈശ്വറിന്റെ വാക്ക് വിശ്വസിക്കേണ്ട. കേരള പോലീസിന്റെ DGP ആയ ഡോക്ടർ സിബി മാത്യൂസിന്റെ ഡോക്ടറേറ്റ് തീസീസും DC ബുക്സും വിശ്വസിക്കാമല്ലോ. അതായത് DC ബുക്സ് എന്ന് പറയുന്നത് RSSകാരുടെ അല്ല, നേരെ ഘടകവിരുദ്ധമായ നിലപാടുള്ളവരാണ് DC ബുക്സ്. ബുക്സ് ഇപ്പൊ ഡോക്ടർ സിബി വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഇപിയുടെ കട്ടൻ ചായയും പരിപ്പുവടയും ഒക്കെ കത്തി നിൽക്കുന്ന സമയം. DC ബുക്സിന്റെ റീസെന്റ് ആയിട്ടുള്ള കോൺട്രവേഴ്സി അല്ലേ. DC ബുക്സിന്റെ അക്കാഡമിക് ഗരിമ ആരും ഡൗട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അല്ല രാഹുൽ, ഞാൻ ശരിക്കും ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഒരു വരി കൂടെ പറഞ്ഞു റിജിഡായിട്ട് നിൽക്കുന്ന എന്തിനാ ഹിന്ദുക്കള്? ഒറ്റ വരി കൂടി. അതായത് ഡോക്ടർ സിബി മാത്യൂസിന്റെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറേറ്റ് തീസീസിന്റെ പേര് മലയാളി ഇങ്ങനെ മരിക്കണമെന്നാണ്, അല്ലെങ്കിൽ കേരളത്തിലെ സൂയിസൈഡ്സിനെ കുറിച്ചാണ്. അതിൽ കേരള പോലീസിന്റെ DGP ആയിരുന്ന, വിവരാവകാശ കമ്മീഷണർ ആയിരുന്ന, ഇന്റലിജൻസിനെ ഹെഡ് ചെയ്തിരുന്ന ഡോക്ടർ സിബി മാത്യൂസ്, ഇന്നും ജീവിച്ചിരിക്കുന്ന ഡോക്ടർ സിബി മാത്യൂസ്, കേരളത്തിൽ ഹിന്ദുക്കളുടെ ഇടയിലാണ് 80% ആത്മഹത്യ, 83.7% മദ്യപാനത്തിന്റെ ഉപയോഗം എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഹിന്ദുക്കൾക്ക് ആത്മീയമായ ഒരു പഠനക്കുറവും സാമൂഹികമായ കെട്ടുറപ്പും ഇല്ലാത്തതാണ് ഇതിന്റെ കാരണം. ഇത് ചൂണ്ടിക്കാണിക്കുന്ന RSSകാരനല്ല, ഹിന്ദു അല്ല, രാഹുൽ ഈശ്വർ അല്ല, പറയുന്നത് ക്രിസ്ത്യൻ. അദ്ദേഹം ക്രിസ്ത്യനോ ഹിന്ദു എന്ന ഇതിലല്ല, ക്രിസ്ത്യൻ സമൂഹത്തിൽ ജനിച്ചൊരു വ്യക്തി അക്കാഡമിക്കായ പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്ന. ഇനി അടുത്ത വരി സുനിതാജി ഞാനും എഗ്രി ചെയ്യാൻ പോണ വരിക. ഇങ്ങനെ ഹിന്ദുക്കളുടെ ഇടയിൽ ഓർഗാനിക് ആയിട്ടൊരു യൂണിറ്റി ഇല്ലാത്തപ്പോൾ, ഒരു ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ ഇല്ലാത്തപ്പോൾ നമ്മുടെ ഇടയിലെ തീവ്രവാദികൾ, നമ്മുടെ ഇടയിലെ തീവ്ര സ്വരക്കാർ, അങ്ങനെ വിളിക്കാം, തീവ്രവാദികൾ വേണ്ട, തീവ്ര സ്വരക്കാർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു ശത്രുവിനെ വേണം. നമ്മുടെ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നു, ലവ് ജിഹാദ്. നമ്മുടെ സ്ഥലം തട്ടിക്കൊണ്ടുപോകുന്നു, ലാൻഡ് ജിഹാദ്. നമുക്ക് തുപ്പിയിട്ട് ആഹാരം തരുന്നു, അവരുടെ ബിസിനസ്സിനെ തകർക്കുക, അല്ലെങ്കിൽ തുള്ളിമരുന്ന് ജിഹാദ്. നമ്മൾ എപ്പോഴും, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു മനസ്സ് അറിഞ്ഞോ അറിയാതെയോ ഒരു ശത്രുവിനെ തേടുകയാണ്. ആ ശത്രുവിനെ തേടി ഇപ്പം നമ്മുടെ UP നടന്നൊരു സംഭവം പറയാം. രാം തിവാരി മംഗൾ ദി വയർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 ബ്രാഹ്മണ പിള്ളേര്, പ്രായം 21ഉം 19ഉം. ഇവര് സ്വന്തമായി പശുവിന്റെ തലയറത്തിട്ട് മുസ്ലിങ്ങളുടെ തലേ ചാരി കലാപത്തിന് ശ്രമിച്ചു. ദി വയർ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്ത് യോഗി ആദിത്യനാഥിന്റെ പോലീസ് തന്നെയാണ്. ഇപ്പൊ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇല്ലാത്ത ശത്രുവിനെ നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പം ഇത് വഖഫായിട്ട് വരാം, ഇത് എന്താ പറയാ ഹലാൽ ജിഹാദായിട്ട് വരാം, ഇത് ലക്ഷണമാണ് ഇല്ലാത്ത ശത്രു ഉണ്ടാക്കി യുദ്ധം ചെയ്യുന്നൊക്കെ. അതൊരു അത് ഫാസിസത്തിന്റെ ലക്ഷണമാണ്. പക്ഷേ സ്പിരിച്വൽ എംപ്റ്റിനെസ് ആണ് കോർ. കുറച്ചുകൂടെ ഇനിയും സുനിതാജി അവിടെ ആയതുകൊണ്ട് US പൊളിറ്റിക്സ് ഒക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് കുറെ കൂടെ ബ്രോഡർലി ഞാൻ പറയാം. ജർമ്മനിയിൽ ജൂതവിരോധവും നാസികളുമായി അവതരിച്ച അതേ കാര്യമാണ് അമേരിക്കയിൽ കൂക്ലക്സ് ക്ലാൻ ആയിട്ടും വൈറ്റ് സുപ്രീമാസിസമായിട്ടും കറുത്തവനോടുള്ള വംശീയതയായിട്ടും വരുന്നത്. എക്സാക്ട് ആ സാധനമാണ് ഇന്ത്യയിൽ ഗോഡ്സേവാദമാകുന്നതും ഇസ്ലാമോഫോബിയ ആകുന്നതും. മൂന്നിന്റെയും കോറ് ആര്യൻ ഷോവനിസമാണ്. അതിന്റെ വംശീയത എടുത്തു നോക്കിയാൽ ഞാൻ അടക്കം ജനിച്ച ആര്യൻ എന്ന് പറയുന്ന സോക്കോൾഡ് വംശം, ഈ ആര്യൻ കോറാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ആ ആര്യൻ കോറ് ജർമ്മനിയിൽ നാസികളായി, ഇന്ത്യയിൽ ഗോഡ്സേവാദമായി, അമേരിക്കയിൽ വെളുത്തവന്റെ വംശീയതയായി മാറുന്നു. അതുകൊണ്ടാണ് അമേരിക്കയെ ശ്രദ്ധിച്ചു കാണും കോക്കേഷ്യനോ ആര്യനോ ഇപ്പം പോലും പറയുന്നത്. അതായത് അമേരിക്കയിലെ അവരുടെ ടെർമിനോളജിയിൽ ഡൊണാൾഡ് ട്രംപ് ഒരു ആര്യൻ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ പോകണമെന്നൊക്കെയാണ് അവരുടെ ഇടയിൽ തമാശ പറയുന്നത്, കേട്ട് കാണണം. അവിടെ ഈ ആര്യൻ ഗാങ്സ് ഉണ്ട്, അതായത് പ്രിസണിലൊക്കെ. യഥാർത്ഥത്തിൽ ഇത് ആര്യൻ വംശത്തിന്റെ അല്ലെങ്കിൽ ആര്യൻ സമുദായത്തിന്റെ ഉള്ളിലുള്ളതാണ്. അതിന്റെ പ്രശ്നം കൂടി ഒരു വരി പറഞ്ഞാൽ കണക്ട് ചെയ്യും. അതായത് ഈ ആര്യൻ വംശത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ പാസ്റ്റോറലാണ്. പാസ്റ്റോറൽ എന്ന് പറഞ്ഞാൽ ഇവർ ഈ മൃഗങ്ങളെയൊക്കെ മേച്ച് നടക്കുന്നവരാണ്. ഇവർക്കൊരു റൂട്ടില്ല. അല്ലെങ്കിൽ ദ്രവീഡിയന്മാരെ പോലെ അമ്പലങ്ങളോ മറ്റോ ഇല്ല. ആര്യൻസിന്റെ കോറൽ അങ്ങനെയല്ല. സെൻട്രൽ ഏഷ്യ എന്നൊക്കെ വരുന്നവരാണ്. ഇവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും പുലി വരുന്നേ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞാലേ ആൾക്കാരെ കൂടെ നിർത്താൻ പറ്റൂ. അതായത് നമ്മൾ ആടും മാടും സ്ത്രീകളും കുട്ടികളുമായിട്ടൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി യാത്ര ചെയ്ത് പുതിയ മേച്ചിൽ പുറങ്ങൾ തേടുമ്പോൾ ഈ വലിയ വിഭാഗത്തെ കൂടെ നിർത്താൻ എപ്പോഴും ഫിയർ സൈക്കോസിസ് വേണം, അല്ലെങ്കിൽ ഭീതി വേണം, ഭയം വേണം. എപ്പോഴും പാമ്പ് വരുന്നെന്നും പുലി വരുന്നു എന്നും പറയണം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ പുലി വരുന്നു പുലി വരുന്നു പുലി വരുന്നു എന്ന് പറയുന്നത് ഇന്ന് ലവ് ജിഹാദ് വരുന്നു, ലാൻഡ് ജിഹാദ് വരുന്നു, തുള്ളിമരുന്ന് ജിഹാദ് വരുന്നു, വഖഫ് ജിഹാദ് വരുന്നു എന്ന് പറയുന്ന മാത്രമേ ഉള്ളൂ.
അപ്പോ എപ്പോഴും നോക്കിയാൽ മതി, ഇല്ലാത്തൊരു പ്രശ്നം ഊതി വീർപ്പിച്ച് വലുതാക്കി ആ പ്രശ്നത്തിന്റെ പേരിൽ വിഘടിച്ച് കിടക്കുന്ന നായരെ, ഈഴവനെ, ധീവരനെ, പുലയനെ, പറയനെ, വെള്ളാളനെ, നമ്പൂതിരിയെ, ആദിവാസിയെ, അമ്പലവാസിയെ, ക്ഷത്രിയനെ, ഇവരെ ഒന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അംബേദ്കർജിയൊക്കെ ഇത് പറയുന്നുണ്ട്. അതായത് ഇവരൊരു മാലയുണ്ടാക്കാൻ നോക്കുകയാണ് വ്യത്യസ്ത ജാതികളുടെ. അപ്പോ ഇതിന്റെ പിന്നിൽ ബ്രാഹ്മണിക്കൽ എക്സ്ട്രീമിസം ഒന്നോ സവർണ ഫാസിസം ഒന്നോ ആര്യൻ ഷോമനിസം ഒന്നോ എന്ത് വിളിച്ചാലും, വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു US പീപ്പിൾ, ഇത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഇഫക്റ്റീവ്ലി അവിടെ വർക്ക്ഔട്ട് ചെയ്തത്. മൈഗ്രൻസ് വന്ന് നിങ്ങളെ ഇല്ലാതാക്കുന്നു, മൈഗ്രൻസ് ഇങ്ങനെ പോർ ചെയ്ത് വരുന്നു, അങ്ങനത്തെ മാനുഫാക്ചേർഡ് വീഡിയോസ് ഒക്കെ എടുക്കും. എന്തുകൊണ്ട് അമേരിക്കയിൽ ഇപ്പം ഡൊണാൾഡ് ട്രംപ് കള്ളം പറയുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം, പുള്ളിയുടെ കൂടെ ഉള്ളവർക്കും അറിയാം. കഴിഞ്ഞ ഇലക്ഷൻ പുള്ളി സ്റ്റീൽ ചെയ്താണെന്ന് കള്ളം പറഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാർ പോലും സമ്മതിക്കുന്നതാണ്. പക്ഷേ അപ്പുറത്തൊരു ശത്രു ഉണ്ടെന്നും അമേരിക്കയെ ഇല്ലാതാക്കാൻ വരുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ കൊടുത്ത് അവിടെ പുള്ളിയുടെ കോർ വോട്ട് ആരാ? വൈറ്റ്, പിന്നെ അവിടുത്തെ ഇവാഞ്ചലിക്കൽസ്, അല്ലെങ്കിൽ ഈ വൈറ്റ് സ്പേസ് ആണ് പുള്ളി പിടിക്കുന്നത്. ആ വൈറ്റ് സ്പേസിനെ എങ്ങനെ പിടിക്കുന്നു? ഇമിഗ്രേഷൻ കാരണം അമേരിക്ക തകരാൻ പോകുന്നു എന്നൊരു നെറേറ്റീവ് ഉണ്ടാക്കി. ഇത് തന്നെയല്ലേ പക്ഷേ ഇന്ത്യയിലെ രാഹുല് ഈ മുസ്ലിം കാര്യത്തിൽ നോക്കി കാണുന്ന പോലെയല്ല ഞാൻ കാണുന്നത്. കുറച്ച് 2-3 മിനിറ്റ് ഞാൻ പറയാം, ഒരു മിനിറ്റ് എടുക്കുള്ളൂ. രാഹുൽ ഈ പറയുന്നതിനെ ഒരു വിശ്വാസിയായ ഹിന്ദു എന്നുള്ള പൊസിഷനിൽ നിന്ന് രാഹുൽ നോക്കി കാണുമ്പോൾ കണ്ട കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ വിശ്വാസിയായ ഹിന്ദു അല്ല, ഹിന്ദു ആണ് പക്ഷെ അവിശ്വാസിയായ ഹിന്ദു ആണ്. അപ്പൊ ഞാൻ ഇതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? രാഹുൽ ഈ പറഞ്ഞ പല സിംറ്റംസിനും ഞാൻ ഫാസിസത്തിന്റെ സിംറ്റംസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ 2, രാഹുൽ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു ഡേ ഇല്ലാത്തതുകൊണ്ട്, നമ്മളിങ്ങനെ ഒത്തുകൂടി പ്രാർത്ഥിക്കാത്തതുകൊണ്ട്, പിന്നെ ഈ ആത്മഹത്യ, ഈ സാധനങ്ങളൊക്കെ കൂടുന്നത് നമുക്ക് ഈ തരത്തിൽ ആത്മീയതയുടെ കുറവ് കൊണ്ടാണെന്ന്. ഞാൻ അങ്ങനെയല്ല ഇതിനെ കാണുന്നത്. ഞാൻ പറയുന്നത് ഇങ്ങനെ കടുത്ത വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് പ്രശ്നം. നമ്മള് ഹിന്ദു മതത്തിനകത്ത് ഭയങ്കര കാറ്റും വെളിച്ചും ഒരു ലിബറലായി ജീവിക്കാനുള്ള ഭയങ്കര ഫ്രീഡം ഒക്കെ ഉള്ള ഭയങ്കര നല്ലൊരു സ്ഥലമാണിത്. അതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം അവിടെ ഇവിടെയും പോയി പ്രാർത്ഥിക്കണ്ട, ഇങ്ങനെ കഷ്ടപ്പെടണ്ട എന്നുള്ളതാണ്. അപ്പൊ രാഹുൽ പറയണത് തിരിച്ച് ഇവിടെ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്ക് എത്താം. അല്ല, നമുക്ക് ഇതാ വേണ്ട രാഹുൽ, ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം എവിടെയും പോയി പ്രാർത്ഥിക്കണ്ട, നമുക്ക് ദൈവം വിശ്വാസം ഇല്ലാത്തവർക്ക്, ഇപ്പൊ എന്റെ പോലുള്ളവർക്ക് ഭയങ്കര സുഖമുള്ള ഒരു സ്ഥലമാണിത്. അത് ആഴ്ചയിൽ ഒരു ദിവസം ശനിയോ വെള്ളിയോ വ്യാഴോ പോയി പ്രാർത്ഥിക്കണമെന്നും അവിടെ ഈ മതവിശ്വാസം കൊണ്ടുവരണമെന്നും തീവ്രമാകണമെന്നും പറയരുത്. അതല്ല പ്രശ്നം എന്നാ ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു ഹാർവേർഡ് സ്റ്റഡി കോട്ട് ചെയ്യാം. മതവിശ്വാസം വിട്ടാൽ തീരുന്ന പ്രശ്നം. ഞാനൊരു ഹാർവേർഡ് സ്റ്റഡി കോട്ട് ചെയ്യാം. അതായത് ഇപ്പം സുരദാജിക്ക് ഗൂഗിളിന്റെ ഫ്രണ്ടിലായതുകൊണ്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും പ്രമുഖ യൂണിവേഴ്സിറ്റിയായ ഹാർവേർഡ് യൂണിവേഴ്സിറ്റി 2016 TH Chan സ്കൂൾ ഓഫ്, അവരുടെ മെഡിക്കൽ സ്കൂളാണ്, അത് നടത്തിയ പഠനമുണ്ട്. അത് പറയുന്നത്, ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന സുരദാജിയുടെ വ്യൂവേഴ്സ് ആണെങ്കിലും സൂയിസൈഡ് ബിലീഫ് സൺഡേ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ ചർച്ച് അറ്റൻഡൻസ് അല്ലെങ്കിൽ പള്ളി അറ്റൻഡൻസ് അല്ലെങ്കിൽ മുസ്ലിം പള്ളി അല്ലെങ്കിൽ അമ്പല അറ്റൻഡൻസ്, ഇത് ആത്മഹത്യകളെ കുറയ്ക്കും എന്ന് ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി ഉണ്ട്. അതും തിയറി അല്ല, 88,000 പേരിൽ സ്റ്റഡി നടത്തി ഹാർവേർഡ് യൂണിവേഴ്സിറ്റി 2016 ജാമ സൈക്കാട്രിയിൽ പ്രസിദ്ധീകരിച്ച മെയിലോ ജൂണിലോ ആണ്. നിങ്ങൾക്ക് വെറുതെ സെർച്ച് ചെയ്താൽ കിട്ടും. ഇവർ പറയുന്നതേ ദൈവമോ മതവിശ്വാസമോ അല്ല. അതായത് എന്റെ മൊബൈൽ ഫോണിന് ഇപ്പൊ രാത്രിയായി, ഇവിടെ എന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ചാർജ് കുറഞ്ഞു, ഈ രാത്രിയാകുമ്പോൾ ഇത് ചാർജ് ചെയ്യാൻ വെക്കണം ഇല്ലേ? ദിവസത്തിൽ ഒരിക്കൽ റീചാർജ് ചെയ്യേണ്ട ഒരു സാധനമാണ് എന്റെ മൊബൈൽ ഫോൺ. ഇതേപോലെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മളെ തന്നെ സാമൂഹികവും ആത്മീയവുമായി റീചാർജ് ചെയ്യണം. ഇനി ആത്മീയത എന്നുള്ള വാക്ക് സുന്ദാജിക്ക് എതിരാണെങ്കിൽ സൈക്കോളജിക്കലി റീചാർജ് ചെയ്യണം. ഒന്നുകൂടെ ഞാൻ പറയാം, ആഴ്ചതോറും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പഠിച്ചാലും മതി, ബൈബിൾ പഠിച്ചാലും മതി, ഖുറാൻ പഠിച്ചാലും മതി. എന്ത് പഠിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ കൂട്ടായ്മയിൽ ഇരിക്കുന്നു, പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നു, സമൂഹത്തോട് ഇടപഴകുന്നു, സോഷ്യലൈസേഷൻ നടക്കുന്നു. അവിടെ ഗീത പഠിക്കണമെന്നൊന്നുമില്ല, ഗീതയോ രാമായണമോ. ജിമ്മിൽ പോയാൽ മതി, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് വേണം. അത് വേണം, അതൊക്കെ മനുഷ്യർക്ക് വേണം. പക്ഷെ ആ കമ്മ്യൂണിറ്റി ഏതാന്നുള്ളത് ഭയങ്കര പ്രധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സംഘപരിവാറിനെ ഇങ്ങനെ എപ്പോഴും വിമർശിക്കുന്നത്. എന്തായാലും മതി, അത് ഞാൻ പറയണത്, നാളെ നിങ്ങൾ എല്ലാം വേദങ്ങൾ പഠിച്ച് രാഹുൽ മതം കൊണ്ടുവന്നത് എന്തിനാ? അതൊരു ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ്. ഇപ്പൊ ഞാൻ ഇത് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കലി, പ്ലീസ് എന്നെ ഫാക്ട് ചെക്ക് ചെയ്യണം, എന്നെ സുനിതാജി ഫാക്ട് ചെക്ക് ചെയ്യണം. കേരളത്തില് 50 to 55% ആണ് ഹിന്ദു കമ്മ്യൂണിറ്റി, 50 to 54 to be more precise. 27 to 28% ആണ് മുസ്ലിം കമ്മ്യൂണിറ്റി, 18 to 19% ആണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. സിബി മാത്യൂസിന്റെ പഠനം, ഈ 50% ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ് 80% സൂയിസൈഡ്സ് നടക്കുന്നത്. ഈ 50% ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ് 83.7% ആൽക്കഹോളിസത്തിന്റെ പ്രശ്നങ്ങൾ നടക്കുന്നത്.
പല വേറെ സ്റ്റഡീസും ഉണ്ട്. അത് പറയുന്നത് നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഇടയിലാണ് 80-85% ഫാമിലി ബ്രേക്ക് ഡൗൺസും ജീറിയാട്രിക് ഇഷ്യൂസ്, പ്രായമായവരുടെ ഇഷ്യൂസ് നടക്കുന്നത്. പെട്ടെന്ന് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അനക്ഡോട്ടൽ സാധനം പറയാം, എംപിരിക്കൽ എവിഡൻസ് അല്ല. നമ്മൾ ഈ നടതെള്ളുക എന്ന് കേട്ടിട്ടില്ലേ? അതായത് അതൊക്കെ പ്രായമായ ശരിയാണ്. അച്ഛനെ നമ്മളിപ്പോ അനാഥാലയത്തിൽ പോയ മുസ്ലിം അമ്മമാരെയൊന്നും അവര് കളഞ്ഞ് നമ്മൾ കാണാറില്ല. ഒറ്റ വരി ചോദിക്കാം, നട തെള്ളുക എന്ന് നമ്മൾ കേട്ട് കാണും. അമ്പലത്തിന്റെ നടയിൽ കൊണ്ടു ചെന്ന് തെള്ളുക എന്ന അർത്ഥം. എപ്പോഴെങ്കിലും പള്ളി തെള്ളുക എന്ന് കേട്ടിട്ടുണ്ടോ? അല്ല, അനാഥാലയങ്ങളിൽ പോയ മുസ്ലിം സ്ത്രീകളെ കാണുന്ന കുറവ്, എന്തുകൊണ്ടാ? അമ്മമാരൊക്കെ. അത് മുസ്ലിങ്ങളുടെ നന്മയാണ്. അത് മുസ്ലിങ്ങൾക്ക് എന്താ കുടുംബത്തിൽ നിന്ന് മോചനം ഉണ്ടായ ആകാശത്തോട്ട് പറക്കുന്നൊന്നുമല്ല. മുസ്ലിങ്ങളുടെ നന്മ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ നന്മയുമാണ് ഈ കുടുംബം ബെസ്റ്റ് സിസ്റ്റം അല്ല ഒന്നുമാണ് രാഹുൽ, ഞാൻ മോണോഗാമിക് പറയുന്നത് ഫാമിലി കമ്മ്യൂണിറ്റി നോക്കാനില്ല. ലിവിങ്ങിനെ നമ്മള് ഇപ്പൊ ഇപ്പൊ സിബി മാത്യൂസിനെ പറ്റി രാഹുൽ ഒരുപാട് നല്ല വിശേഷണങ്ങൾ പറഞ്ഞു. പക്ഷെ ഞാൻ നമ്പിനാരായണനെ മറക്കുന്നില്ല അതിന്റെ കൂട്ടത്തിൽ. അല്ലല്ല, അത് അദ്ദേഹത്തിന്റെ പക്ഷെ ഈ അദ്ദേഹം രാഹുൽ അക്കാഡമി ഈ മതം തിരിച്ച് എങ്ങനെ ഇദ്ദേഹം ഒരു പഠനം നടത്തി എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ രാഹുൽ പറഞ്ഞ സാധനം നോക്കിയില്ല. അപ്പൊ മതം തിരിച്ച് എങ്ങനെയാ പഠനം നടത്തിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് സമുദായം മതവുമായി തിരിച്ച് കണക്ട് ചെയ്യുന്നതിനെ ഞാൻ ഒരു പറയുന്നത് വരി രാഹുൽ. ഒരു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ കോട്ട് ചെയ്താണ് അദ്ദേഹം പറയുന്നത്. നാഷണൽ ക്രൈം. ഇനി സുനിതാജിക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ കഴിയുന്ന രസകരമായ ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് ലെഫ്റ്റിനോട് താല്പര്യമുള്ളതുകൊണ്ട്. ഏകദേശം 3-4 മാസങ്ങൾക്ക് മുമ്പ് കേരള സ്റ്റേറ്റ് യൂത്ത് വെൽഫെയർ ബോർഡിന്റെ യുവാക്കളുടെ ഇടയിലുള്ള ആത്മഹത്യയുടെ കണക്കുണ്ടായിരുന്നു. അതിൽ അവർ കണ്ടെത്തിയിട്ടുണ്ട് ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ് കൂടുതൽ. ലാസ്റ്റ് മിനിറ്റ് അത് എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ്. അത് നല്ല ഉദ്ദേശം വെച്ച് തന്നെ. ഇനി അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പറയണ്ട. പറയുന്നത് എല്ലാ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം മതാണെന്നല്ലേ? അല്ല, അവിടെയാണ് സുനിതാജിയുടെ മനസ്സിൽ മതം എന്ന വാക്കിനൊരു നെഗറ്റീവ് അർത്ഥമുണ്ട്. അവിടെ നമുക്ക് ആ വാക്ക് മാറ്റാം. എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയാമല്ലോ. അതായത് സൈക്കോളജിയുടെ ഭാഷയിൽ സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ വീണ്ടും ലോഡൻ ആണ്. അത് സുനിതാജിയുടെ തെറ്റുമല്ല, ഞങ്ങളുടെ സ്പിരിച്വലൊക്കെ ഞാൻ എഗ്രി ചെയ്യുന്ന വേർഡാ സ്പിരിച്വൽ. സ്പിരിച്വൽ എഗ്രി ചെയ്യുന്നതാണെങ്കിൽ നല്ലത്. അല്ല, ഇനിയും എഗ്രി ചെയ്യാത്തവരോടും എനിക്ക് വിയോജിപ്പില്ല. കാര്യം ഹിന്ദുക്കളുടെ ഇടയിലെ ചില സോക്കോൾഡ് സന്യാസിമാർ സ്പിരിച്വാലിറ്റിയുടെ മുഖം മൂടിയിട്ട് രാഷ്ട്രീയം പറയുന്നതുകൊണ്ടാണ് ആ വാക്കിന് വിലകേടുണ്ടാവുന്നത്. ഇല്ലെങ്കിൽ സ്പിരിച്വൽ എന്ന വാക്കിന് പ്രശ്നമൊന്നുമില്ല. സ്പിരിച്വാലിറ്റിയുടെ മുഖം മൂടിയിട്ട് പൊളിറ്റിക്സ് പറയുമ്പോൾ ആ വാക്കിന്റെ ഒരു പവിത്രത അങ്ങ് പോകുന്നുണ്ട്. കുറച്ചുകൂടെ സയന്റിഫിക്കലി പറഞ്ഞാൽ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്, ജീവിതത്തിൽ അവിടെ എനിക്ക് അങ്ങനെ ഹിന്ദു മതം എന്ന് ബന്ധപ്പെട്ടതല്ല. അതാ, എന്ത് പഠിച്ചാലും മതി. ഇപ്പൊ എന്റെ വീട്ടിലാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ഫേസ് മ്യൂറൽ പെയിന്റിംഗ് ഉള്ളത്. എന്റെ ഹോം ടൂർ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പം എന്ത് പഠിച്ചാലും മതി. ബൈബിൾ ആകാം, ഖുറാൻ ആകാം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആകാം, ഗീതയാകാം, രാമായണം ആകാം. എന്തെങ്കിലും പഠിച്ചു വളരുമ്പോൾ നമുക്കൊരു നിലപാട് തറയുണ്ടാകും. അതിൽ നിന്ന് നമുക്ക് സമ്മതിക്കാതിരിക്കുകയോ ചെയ്യാം. എനിക്ക് രാഹുൽ പറയുന്നതിൽ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഒരു ആങ്കർ പോയിന്റ് ആവശ്യമാണ്. അപ്പൊ രാഹുലിനത് ദൈവമായിരിക്കാം, എനിക്ക് ചിലപ്പോ രാഷ്ട്രീയമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐഡിയോളജി ആയിരിക്കാം. അത് മതമല്ല. എന്തെങ്കിലും ഒരു ഫിലോസോഫിക്കൽ ബേസ്. രാഹുലിനെ പറ്റി അതെ, ഇത് ഭയങ്കര നീണ്ട ചർച്ച. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രാഹുൽ ഇങ്ങനെ നമ്മൾ ചാറ്റ് ജിപിടിയോട് ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു പാരഗ്രാഫിൽ ഉത്തരം തരാൻ പറഞ്ഞാൽ അതൊരു പാരഗ്രാഫിൽ തരും. ചിലപ്പോൾ പോയിന്റ്സ് മതി എന്ന് പറഞ്ഞാൽ പോയിന്റ്സ് തരും. രാഹുലും ഏകദേശം അതുപോലെ. ചാനൽ ചർച്ചയിൽ അഭിലാഷ് 1 മിനിറ്റ്, അതൊക്കെ ഭയങ്കര വൈറൽ ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ 2 മിനിറ്റ് എപ്പോഴും കൈ പൊക്കി പിടിക്കും. രാഹുൽ 2 സെക്കൻഡ് തരും. ഇനി അതിന്റെ ഒരു തമാശ കൂടെ ഉണ്ട്. ചോദ്യം ഇതാണ്, രാഹുലിന്റെ ഒരു മാനേജ്മെന്റ് പഠനത്തിന്റെ ഒരു ബേസ് ആണോ, എന്താണ് രാഹുലിനെ ഇങ്ങനെയാക്കിയത്? പിന്നെ ചാനൽ ചർച്ച എന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് ആണോ, അതോ രാഹുൽ എപ്പോഴും ഇങ്ങനെ തർക്കത്തിന് റെഡി ആയിരിക്കുന്ന ഒരാളാണോ? അങ്ങനെ ശരിക്കും സത്യം പറഞ്ഞാല് എന്റെ ലൈഫിൽ ഞാൻ ഒട്ടും തർക്കിക്കാത്ത, സുനിതാജി ഒരുപക്ഷെ മലയാളി ഹൗസിന് ഓർമ്മയുണ്ടെങ്കിൽ തർക്കമേ ഇല്ലാതെ കൺസെൻസസ് ബിൽഡറാണ്. എന്റെ അമ്മ പലപ്പോഴും, മല്ലിക നമ്പൂതിരി എന്നാണ് അമ്മയുടെ പേര്, പ്രേക്ഷകർക്ക് വേണ്ടിയാണ്, സുനിതാജിക്ക് അറിയാം. അമ്മ പലപ്പോഴും ചോദിക്കും, നീ എങ്ങനെയാണ് ഇങ്ങനെ തർക്കിക്കുന്നത്? കാര്യം ഞാൻ പേഴ്സണൽ ലൈഫിൽ ആരോടും തർക്കിക്കാറില്ല. നമ്മുടെ GS പ്രദീപ് ജിയും നമ്മുടെ സിന്ധു ജോയും ഒക്കെ ഉണ്ട്, മലയാളി ഹൗസും. അവര് തമ്മിലോ അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാവുമ്പോൾ ഞാനാണ് ഈ പാലം. അപ്പോ TV ചാനലിൽ വരുമ്പോ ഞാൻ വിശ്വസിക്കുന്ന കുറച്ച് പോയിന്റ് ഉണ്ട്. അത് ശരിയാകത്തില്ല. ചാനൽ ചർച്ച എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് കൂടിയല്ലേ? എലമെന്റ് ഓഫ് പെർഫോമൻസ് ഉണ്ട്. അതായത് ഞാൻ ടൈം വെച്ച് പലപ്പോഴും പറയാറുണ്ട്, 30 സെക്കൻഡ്, 1 മിനിറ്റ്. അപ്പോ നമുക്ക് അവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് 10 സെക്കൻഡ് എടുക്കും. പക്ഷെ അത് പറയുമ്പോൾ നമ്മൾ പറയുന്ന പോയിന്റുകൾ അവർ ശ്രദ്ധിക്കും. ഞാൻ പറയുന്ന പോയിന്റ് ശരിയാണെന്ന് വിശ്വസിച്ചാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ പറയുന്ന പോയിന്റിന് ലോകത്തെ മാറ്റാൻ ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്. വേറൊരാൾക്ക് അതങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല. അപ്പോ ഈ അങ്ങനെ പറയുന്നതിന് ഇമ്പാക്ട് ഉണ്ട്. ഒരു തമാശയും കൂടെ പറയാം. അഭിലാഷിന്റെ ഈ 30 സെക്കൻഡാണ് ഏറ്റവും വൈറലായത്. യഥാർത്ഥത്തിൽ ഈ 30 സെക്കൻഡ് അഭിലാഷിനെ ചീത്ത വിളിക്കുകയും അഭിലാഷ് എന്നെ പറയുകയൊക്കെ ചെയ്യുന്നതാണ്. അത് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ബെഞ്ചിൽ വളരെ പ്രമുഖയായ ഫെമിനിസ്റ്റ് അഡ്വക്കേറ്റ്, നമ്മുടെ മരത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, ഇന്ദിരാ ജയസിംഗ് മാഡം വായിക്കുകയും അതിൽ ചീഫ് ജസ്റ്റിസിനെതിരെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു.
ചീഫ് ജസ്റ്റിസ് അപ്പൊ എനിക്കെതിരെ കോടതി ഇലക്ഷൻ നടപടി എടുക്കണം എന്ന് സുപ്രീം കോടതിയുടെ ബെഞ്ച് വന്നതാണ്. ഞാൻ അന്നും പറഞ്ഞു, രാജാവ് നഗ്നനാണ് അല്ലെങ്കിൽ ജഡ്ജി നഗ്നനാണെന്ന് വിളിച്ചു പറയുന്ന ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയായിട്ട് അത് എടുത്താൽ മതി. ഞാൻ പറഞ്ഞത് 100% സത്യമാണ്. എനിക്കത് സന്തോഷം. പിന്നീട് ഈ ജഡ്ജിക്കെതിരെ 4 ജഡ്ജിമാർ ആരോപണം ഉന്നയിച്ചു. കോൺഗ്രസ്, CPM, CPI, മുസ്ലിം ലീഗ് 71 എംപിമാര് ചേർന്ന് പുള്ളിക്കെതിരെ ഇംപീച്ച്മെന്റ് മോഷൻ മൂവ് ചെയ്തു. ഇത് ഈ ദീപക് മിശ്രക്കെതിരെ ആദ്യം പറഞ്ഞു തുടങ്ങിയ ഞാനാണ്. കാര്യം അതിന്റെ സീരിയസ്നെസ് ആലോചിക്കണം. 71 പ്രതിപക്ഷ എംപിമാർ ഒപ്പിട്ട് ഇംപീച്ച്മെന്റ് മോഷന് പുള്ളിക്കെതിരെ മൂവ് ചെയ്തു. പുള്ളി ഒരു ഡിസ്ഗ്രേസ് ആണ് ടു അവർ ജുഡീഷ്യറി. കൂടുതൽ പറയുന്നില്ല, ഞാനിപ്പോ ലോയറും കൂടിയാണ്, അതുകൊണ്ട് ചില വാക്കുകൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ദീപക് മിശ്ര വാസ് എ ഡിസ്ഗ്രേസ് ടു അവർ ജുഡീഷ്യറി. ഹി വാസ് എ വെരി വെരി നോട്ട് ഗുഡ് ജഡ്ജ്. പുള്ളിക്ക് കൊടുത്തിപ്പോണ്ടി വരുമോ? അതെ അതെ, അതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് അടുത്ത ആഴ്ച മറ്റേ ബാർ എക്സാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആക്ഷൻ വരും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നത്.